ഹലോ. കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോസൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ ഞാൻ 2 കമ്മലുകളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച് സമയം മതി ഈ 2 കമ്മലിനും. സ്റ്റഡായിട്ടുള്ള കമ്മലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഷോർട്സ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പം ഓക്കെ അങ്ങനെയാണ് ഇത് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാൻ OHB ഷീറ്റിലേക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഹാഫ് ബീഡ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് കളർ, അതും ഓഫ് വൈറ്റ് കളറിലുള്ളതാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിൽ കുറച്ച് വലിയ ഹാഫ് ബീഡും ചുറ്റും വൈറ്റ് കളറിലുള്ള ചെറിയ ഹാഫ് ബീഡുകളും ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് വെറും വൈറ്റ് മാത്രമായപ്പോൾ ഒട്ടും ഹൈലൈറ്റ് അല്ലാത്ത പോലെ തോന്നി എനിക്ക്. അങ്ങനെ കണ്ടപ്പം ഓക്കെ അതിൻ്റെ ചുറ്റും ഞാനൊരു ബോൾ ചെയിനിൻ്റെ ഒരു റൗണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബോൾ ചെയിൻ 2mm ആണ്. വളരെ തിന്നായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതായത് സിമ്പിൾ യൂസിനും നോർമൽ യൂസിനൊക്കെ ആയിട്ട് പറ്റുന്ന പോലെ വേണം എന്ന് കരുതി ഉണ്ടാക്കിയ കമ്മലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പൊതുവേ OHB ഷീറ്റിൽ നമ്മൾ ചെയ്യുന്ന കമ്മലുകളെല്ലാം നമ്മൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ കമ്മലൊട്ടും ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാനിതിൽ വളരെ ഉണങ്ങിയതിന് ശേഷം എല്ലാ കമ്മലുകളും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പം ഒട്ടിച്ചിട്ട് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാനിതൊന്ന് കട്ട് ചെയ്യാറുള്ളത്. കട്ട് ചെയ്തതിന് ശേഷം സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തു. സാധാരണ ഞാൻ കമ്മലിലേക്ക് വാക്സ് പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് ഈ ഫോർമാലിറ്റീസ് ഒന്നും അധികം ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വാക്സ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് ഒരു കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്തത് വീണ്ടും OHB ഷീറ്റിലേക്ക് ഞാൻ ഗം അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇതിലും ഹാഫ് ബീഡ്സ് തന്നെയാണ്, പക്ഷേ ഗോൾഡൻ കളർ ഹാഫ് ബീഡ് ചെറുതാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഫ്ലവർ പോലെ ചുറ്റും ഒട്ടിച്ചു കൊടുത്തു. ഒരു റൗണ്ട് ഫ്ലവർ ആയപ്പം മതി എന്നാണ് ആദ്യം വിചാരിച്ചത്. അത് പക്ഷേ ഒത്തിരി ചെറുതായിപ്പോയി, വളരെ സിമ്പിളായിപ്പോയി. അപ്പോൾ ഒന്നുകൂടി അതിനൊന്ന് ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഞാനൊരു വൈറ്റ് ഹാഫ് ബീഡ് സെയിം സൈസിലുള്ള വൈറ്റ് ഹാഫ് ബീഡ് ഒരു റൗണ്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഈ പെന്ന്, അതായത് ഈ സ്റ്റോൺസൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഈ പെന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. 2 എണ്ണത്തിന് 100 രൂപ എന്നുള്ള ഇതിലായിരുന്നു എനിക്കത് കിട്ടിയത് കേട്ടോ. അതിൻ്റെ 2 ഷീറ്റ് ഗമ്മും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി എനിക്ക് എളുപ്പമായി തോന്നിയത് അപ്പോഴാണ്. കാരണം മറ്റേത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴും ഒട്ടിക്കുമ്പോഴും കയ്യിലും ഒക്കെ പശയാവും. പിന്നെ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നും. പേഴ്സിലൊക്കെ ഗം ഇങ്ങനെ നിൽക്കുമ്പം ഒട്ടും ഫിനിഷിങ് ഇല്ലയെന്ന് തോന്നും കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ശരിക്കും നല്ല യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ ഇതാണ് ഏകദേശം കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. രണ്ടും ഒട്ടിച്ചെടുത്തതിന് ശേഷം നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യത്തെ പോലെ തന്നെ സ്റ്റഡ് ഒട്ടിച്ചു കൊടുത്തു. 2 കമ്മലും എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,